മനുഷ്യർ വീണ്ടും ചന്ദ്രനിലേക്ക് പോവുകയാണ്. അതെ, നീണ്ട 53 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യർ ചന്ദ്രനിലേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനമായിട്ട് മനുഷ്യർ ചന്ദ്രനിൽ പോയത് 1972 ഡിസംബർ മാസത്തിലാണ്. അതിനുശേഷം ഏകദേശം 53.25 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴാണ് വീണ്ടും ചന്ദ്രനിലേക്ക് പോകുന്നത്. ഇത്തവണ പോകുന്നത് 4 ആസ്ട്രോണോട്ടുകളാണ് നാസയുടെ. അതിലാദ്യമായിട്ട് ഒരു ലേഡിയുമുണ്ട്, ക്രിസ്റ്റീന കൊച്ച്. ഈ ദൗത്യത്തിന്റെ പേരാണ് ആർട്ടമിസ്. അപ്പോളോയുടെ ഇരട്ടയായിട്ടുള്ള ആർട്ടമിസ്. ഇപ്പോഴുള്ള പ്ലാൻ പ്രകാരം മാർച്ച് 7-ാം തീയതി, ഇന്ത്യൻ സമയം മാർച്ച് 6-ാം തീയതി വരും. എന്തെങ്കിലും കാരണവശാൽ ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ മാക്സിമം 1 മാസമേ മാറ്റി വെക്കുകയുള്ളൂ. ഏപ്രിൽ മാസം തീർച്ചയായിട്ടും പോയിരിക്കും. ഇത്തവണ പോകുന്ന സമയത്ത് അവർ ചന്ദ്രൻ ലാൻഡ് ചെയ്യുന്നില്ല, അതിനു പകരം ചന്ദ്രനെ ചുറ്റി വരികയാണ്. ആർട്ടമിസ് 2 ആണ് ഇത്തവണത്തെ ഘട്ടം. ആർട്ടമിസ് 1 മനുഷ്യരില്ലാതെ ചന്ദ്രന്റെ ചുറ്റി തിരിച്ചു വന്നിരുന്നു. ഇത് ആർട്ടമിസ് 2. 4 പേര് ഇവിടെ നിന്ന് പോകും, പക്ഷെ ചന്ദ്രനിൽ ഇറങ്ങാതെ ചുറ്റി തിരിച്ചു വരികയാണ്. ആർട്ടമിസ് 3 ദൗത്യത്തിലായിരിക്കും ഇവർ ചന്ദ്രനിൽ പോയിട്ട് ലാൻഡ് ചെയ്യുകയും നടക്കുകയും എല്ലാം ചെയ്യുക. ഈ ആർട്ടമിസ് ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് സ്പേസ് ലോഞ്ച് സിസ്റ്റം SLS വലിയ റോക്കറ്റ്, അതുപോലെ തന്നെ ഒറയോൺ പേടകവുമാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ആർട്ടമിസ് ദൗത്യമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഏറ്റവും വലിയ റോക്കറ്റ് അപ്പോളോ പ്രോഗ്രാമിന് ഉപയോഗിച്ചിരിക്കുന്ന സാറ്റേൺ 5 റോക്കറ്റുകളാണ്. ഇപ്പോഴുള്ള SLS ആണെങ്കിൽ അതിന്റെ ഏകദേശ വലിപ്പമുണ്ട്, അതിനേക്കാൾ ഒരു അല്പം ചെറുതാണ്. എന്നാൽ സാറ്റേൺ 5 റോക്കറ്റിനേക്കാൾ 15% കൂടുതൽ പവർഫുൾ ആണത്. അപ്പോളോ പ്രോഗ്രാമിനായിരുന്നെങ്കിൽ 3 പേരാണ് ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് പോയത്. എന്നാൽ ആർട്ടമിസിലാവട്ടെ 4 പേര് പോകുന്നുണ്ട്. മാർച്ച് 6-ാം തീയതി ഇവിടെ നിന്ന് പൊങ്ങുന്ന റോക്കറ്റ് ഏകദേശം 24 മണിക്കൂർ ഭൂമിയെ വലം വെച്ച് അതിന്റെ ഓർബിറ്റ് ഉയർത്തിയ ശേഷം വീണ്ടും ചന്ദ്രനെ ലക്ഷ്യമാക്കിയിട്ട് തൊടുത്തുവിടുകയാണ്. ഈ അവസാന ഫയറിംഗ് ചന്ദ്രന്റെ നേർക്കായിരിക്കും. ചന്ദ്രൻ 4 ദിവസം കഴിഞ്ഞ് എവിടെ ഉണ്ടാവും ആ ദിശയിലേക്കായിരിക്കും ഇത് പോവുക. ആ പോക്കിൽ തന്നെ ചന്ദ്രന്റെ ഗ്രാവിറ്റിയിൽ ചന്ദ്രനിലേക്ക് വീഴുന്നത് പോലെ യൂട്ടേൺ എടുത്ത് തിരിച്ച് ചന്ദ്രനെ വലം വെച്ച് ഭൂമിയുടെ ദിശയിലേക്ക് വരികയും ഓട്ടോമേറ്റഡ് ആയിട്ട് ഇത് ലാൻഡ് ചെയ്യുകയും ചെയ്യും. ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ഓട്ടോണമസ് ആണ്. മനുഷ്യരുടെ ഇടപെടലുകൾ ഒന്നും ഇതിന് ആവശ്യമില്ല. ഈ ദൗത്യം 9 ദിവസം കൊണ്ട് തീരും. ഇതിൽ നിങ്ങളുടെ സംശയങ്ങളും മറ്റും ഇതിൽ താഴെ രേഖപ്പെടുത്താം. കൂടുതൽ ആളുകളുടെ സംശയങ്ങൾക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജ് രാജ്.